ഹലോ ഫ്രണ്ട്സ്, ഹെർഫോഡ് മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായി കാണുന്നെങ്കിൽ എൻ്റെ പേര് ആൽപി. ഞങ്ങളുടെ ചാനലിലെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എസ്തുവിന് വേണ്ടി യാത്ര പോകുമ്പോൾ എടുക്കുന്ന ട്രാവൽ ബാഗിൽ എന്തൊക്കെയാണ് അവൾക്ക് വേണ്ടി ഞങ്ങൾ എടുക്കുന്നതെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് എസ്തുവിൻ്റെ ബാഗ്. ഇത് ഐ ക്യാൻഡി എന്ന് പറയുന്ന ട്രാവൽ സിസ്റ്റം വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കിട്ടിയ ബാഗാണിത്. ഈ ബാഗും ഇതിൻ്റെ കൂടെ തന്നെ ചേഞ്ചിങ് മാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചേഞ്ചിങ് മാറ്റ് നമുക്ക് 3 മാസം കഴിഞ്ഞപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ചേഞ്ചിങ് മാറ്റിൻ്റെ സൈസ് ചെറുതായിരുന്നു. അപ്പം മോൾക്ക് നീളം വെക്കുന്ന അനുസരിച്ച് നമുക്കത് കംഫർട്ടബിൾ ആയിരുന്നില്ല മോൾ. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് കൈയും കാലൊക്കെ പോകാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ വേറൊരു ചേഞ്ചിങ് മാറ്റ് മേടിച്ചു. അപ്പോൾ ആ ചേഞ്ചിങ് മാറ്റാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ബാഗിന് ഒരുപാട് കള്ളികളൊന്നുമില്ല. മെയിനായിട്ടുള്ള ഒരു കള്ളി ഇതാണ്. ഈ ഒരു കള്ളിയാണ് ഇതിന് മെയിനായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് തന്നെ 1-2 ചെറിയ ചെറിയ പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിന് 2 സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. ഇങ്ങനെ 2 സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിന് ഫ്രണ്ടിലായിട്ട് ഒരു വലിയ പോക്കറ്റും പിന്നെ ഒരു ചെറിയൊരു മിനി പോക്കറ്റും ഉണ്ട്. ഇതൊരു മെറ്റീരിയൽ ക്ലോത്ത് കൂടിയൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വാട്ടർ പ്രൂഫ് ആണ്. ക്ലോത്ത് കൂടിയൊരു വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ്. എന്താ മെറ്റീരിയൽ എന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. പക്ഷേ നല്ല ഭയങ്കര ലാസ്റ്റ് ചെയ്യുന്നൊരു മെറ്റീരിയൽ. നൂലൊന്നും പൊങ്ങത്തോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ലുക്കുള്ളൊരു ബാഗാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം. അപ്പോൾ നമുക്ക് ചേഞ്ച് മാറ്റി തന്നെ തുടങ്ങാം. ഞാൻ ഈ ചേഞ്ച് മാറ്റ് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഈ ചേഞ്ചിങ് മാറ്റ് നിങ്ങൾക്ക് കാണാം. ഇത്രയും വലിയൊരു ചേഞ്ചിങ് മാറ്റാണ്. ഇവിടെ കുട്ടിയുടെ തല വയ്ക്കാൻ ചെറിയൊരു കുഷ്യൻ പോലെ ഉണ്ട്. പിന്നെ ഇവിടെ കുട്ടിയുടെ നീളത്തെ കിടക്കും കുട്ടി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വൈപ്സ് ഒക്കെയാണ് വെക്കുന്നത് ഈ ഒരു ഭാഗത്ത്. പിന്നെ നമുക്ക് കുട്ടിയുടെ ഡ്രസ്സ് 1-2 പേർ ഡ്രസ്സ് വേണമെങ്കിൽ എടുക്കാം. മുസ്ലിയൊക്കെ ഇവിടെ വെക്കാം. അങ്ങനെ നമുക്ക് അതായത് മാറ്റ് നമ്മൾ കുഞ്ഞിനെ ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഈ ഒറ്റയൊരു സാധനം കൊണ്ടുപോയാൽ മതി. ഇതിൻ്റെ സൈഡിൽ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് 100 ബാഗ് എടുത്ത് അതിൽ നിന്ന് എടുത്ത് പിടിക്കുകയൊന്നും വേണ്ട. കുട്ടിയെ കിടത്തിയത് സൈഡിലോട്ട് ഇതിങ്ങനെ നിർത്തി വെക്കുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഈ മാറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ചെറിയൊരു സിബ്ബൂടെ ഉണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അവളുടെ സ്മെല്ലി ബാഗ് അങ്ങനത്തെ ഒക്കെ ഇവിടെയാണ് ഇടുന്നത്. പിന്നെ അതൊരു ചൂട ക്രീം അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ വയ്ക്കും. ക്രീമൊക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഞാൻ ആക്ച്വലി ഫ്ലൈറ്റിൽ പോയപ്പോൾ ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഡിസ്പോസബിൾ മാറ്റും കൂടെ വാങ്ങിയത്. കാരണം ഫ്ലൈറ്റിലൊക്കെ പോയിട്ട് പിന്നെ അത് മടക്കിയിട്ട് എടുത്ത് എനിക്ക് ബാഗിൽ തന്നെ വെക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഡിസ്പോസബിൾ മാറ്റ് നമുക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടും. ഞാൻ എൻ്റെ ലിങ്ക് ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നമുക്കതിൽ ഒരു സെറ്റ് വാങ്ങിയതിൽ 10 or 20 പാർട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോങ് ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ നമ്മളൊരു 2 or 3 times ഒക്കെ നമ്മൾ മാറുള്ളൂ. അപ്പോൾ ആ 3 times നമുക്ക് ഓരോ തവണ ഇത് മാത്രമേ യൂസ് ചെയ്യുക, അതിനകത്ത് കളയുക. അപ്പോൾ അത് നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഇത് തന്നെ ആയാലും മതി. ഇത് വെച്ചിട്ട് നമ്മൾ വിരിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഒരു വൈപ്പ് വെച്ചിരുന്ന് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ തിരിച്ച് ബാഗിലോട്ടാണല്ലോ വയ്ക്കാൻ പോണേ. അപ്പോൾ ഇതാണ് ചേഞ്ചിങ് മാറ്റ് അതിൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയത്. ഞാൻ എപ്പോഴും ഒരു ടോയ് വേറെ ഉണ്ട് 1-2-3 കാറിൽ കിടപ്പുണ്ട്. പക്ഷേ സ്പെയർ ആയിട്ട് ഞാൻ എപ്പോഴും ഓർമ്മ അവളുടെ ഒരു ഫേവറേറ്റ് ടോയ് ബാഗിൽ വെച്ചിരിക്കും. പിന്നെ ഒരു 1-2 പെയർ ഡ്രസ്സ്. ഇപ്പം ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ബാഗാണിത്, അവളെ GP കാണിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പെയർ മാത്രമേ എടുത്തുള്ളൂ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഉടുപ്പും പിന്നെ ഈ ഒരു ടൈറ്റ്സുമാണ് ഞാൻ സ്പെയർ ആയിട്ട് എടുക്കുന്ന ഉടുപ്പ്. പിന്നെ ഞാൻ എപ്പോഴും ഒരു 6 or 7 പാർട്സ് എക്സ്ട്രാ എടുത്തിരിക്കും. കാരണം നമുക്കറിയില്ല ഇപ്പോൾ കുട്ടിക്ക് ലൂസ് മോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ നമ്മൾ വഴിയിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആകെ പെട്ടു. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് എക്സ്ട്രാ ഈ ബാഗിൽ എടുക്കുന്നതല്ലാതെ സ്പെയർ എൻ്റെ ബാഗിലും കൂടെ 2-3 ഒരു OCD പോലെയാണത്. എനിക്ക് കുറച്ചൊരു പേടി കാരണം ഞാൻ 2-3 എൻ്റെ ബാഗിലും വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാമ്പേഴ്സാണ് ഉപയോഗിക്കുന്നത്. അവൾക്ക് ഞാൻ മാമിയൊക്കെ നോക്കിയിട്ട് പക്ഷെ മാമിയെ നമുക്ക് സ്യൂട്ടായിട്ടില്ല. അവൾക്ക് സ്കിൻ അലർജി വരുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ പാമ്പേഴ്സാണ് വാങ്ങിയത്. ഇത് ഭയങ്കര കംഫർട്ടബിളാണ് മോൾക്ക്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗ് എൻ്റെ കയ്യിൽ എപ്പോഴും കരുതാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മോളുണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് മേടിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനകത്ത് അവർക്ക് വേണ്ട എസെൻഷ്യൽസ് എല്ലാം ഉണ്ട്. ഒരു തെർമോമീറ്റർ, പിന്നെ ഇങ്ങനത്തെ ഒരു സക്ഷൻ ബൾബ് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ഇത് അവരുടെ നെയിൽ കട്ടർ, നമുക്ക് ട്രിം ചെയ്യാം ഈ സൈഡ് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡിൽ നെയിൽ കട്ടർ ഉണ്ട്. ഇതിന് ലൈറ്റൊക്കെയാണ് നെയിൽ കട്ടറിന്. ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ട്. നമുക്കിത് ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
പിന്നെ ഈ ട്രിം ചെയ്യുന്ന ഈ ഈ ഫയൽ ചെയ്യുന്ന ഇവിടം നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സ്പെയർ ആയിട്ട് പല സൈസസ് അവർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതതിൻ്റെ ചാർജിങ് കേബിൾ, ഇത് വേറൊരു ബൾബ്, സക്ഷൻ ബൾബ്. പിന്നെ ഇത് അവരെ ബ്രഷ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഞാനിതൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ ഒരു പ്ലക്കർ പോലത്തെ ഇത് ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു പ്ലക്കർ പോലത്തെ ഒരു സാധനം. അപ്പോൾ ഈ ബാഗ് ഇതെപ്പോഴും ബാഗിൽ ഞാൻ കരുതാറുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഒരു ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. തെർമോമീറ്ററൊക്കെ ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകും. കാരണം നമ്മളൊരിടത്ത് പോകുമ്പോഴേക്കും കുട്ടിക്ക് ചിലപ്പോൾ ഫീവർ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. നമുക്കൊന്ന് മേക്ക് ഷുവർ ചെയ്യാമല്ലോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നൊരു വൈപ്പ് ഉണ്ടാവും. ഇത് ഞാൻ പാമ്പേഴ്സിൻ്റെ വൈപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൽക്കഹോളായിട്ടുള്ള വൈപ്പാണ്. അപ്പോൾ പാമ്പേഴ്സിൻ്റെ വൈപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അവളുടെ റെഡ് ബുക്ക്, ഇത് ഈ ബാഗിൽ എപ്പോഴും കാണും. റെഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ UK നമുക്ക് NHS തരുന്നൊരു ബുക്കാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് എത്രയോ വയസ്സ് വരെ, 10 വയസ്സ് വരെയോ മറ്റോ നമ്മൾ ഈ ബുക്ക് നമ്മൾ കയ്യിൽ വെക്കാറുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എത്ര വയസ്സ് വരെയാണെന്നുള്ള ഇൻഫർമേഷൻ്റെ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ 10 വയസ്സ് വരെയാണെന്നാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഇവിടെ നമ്മൾ കുട്ടി ഉണ്ടായപ്പോഴത്തെ അവരുടെ വെയിറ്റ്, ബർത്ത് ടൈം, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ ബർത്ത് വെയിറ്റ്, അവരുടെ ലെങ്ത്ത്, പിന്നെന്താ അവരുടെ അഡ്രസ്സ്, പിന്നെ കുട്ടിക്ക് ഓരോ വീക്കിലും വരുന്ന, അതായത് ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഹെൽത്ത് വിസിറ്റ് ഉണ്ട് നമുക്ക് വീട്ടിൽ. അപ്പോൾ അവർ വന്നിട്ട് കുട്ടി ഉണ്ടായി 1 മാസം വരെ അവർ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ആ വെയിറ്റ് ചെക്കിങ്, പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇവിടുത്തെ ക്ലിനിക്കുകളുണ്ട്, ക്ലിനിക്കുകളൊക്കെ കൊണ്ടുപോയി നമുക്ക് കുട്ടിയുടെ വെയിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് ചില ദിവസങ്ങളുണ്ട്, തിങ്കളാഴ്ച 8 തൊട്ട് 11 വരെ, പിന്നെ ചൊവ്വാഴ്ച 8 തൊട്ട് 11, അങ്ങനെ ചില ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് എന്നാൽ കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കാം. അന്നേരം അവർ ഈ ബുക്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുട്ടിയുടെ ഗ്രോത്ത് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് ഈ ബുക്കിൽ നോക്കി കറക്റ്റ് അറിയാം. പിന്നെ ഇതിൽ തന്നെ അങ്ങനെ ഓരോ ഏരിയ ഉണ്ട്. അതായത് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഓരോ കൺസൾട്ടൻസ് വരുമല്ലോ. അതായത് നമുക്ക് ഇവരുടെ ഓരോ അബ്ഗാ സ്കോർ എടുക്കാനും, അതായത് കുട്ടിയുടെ ഓരോ സിസ്റ്റത്തിനും ചെക്ക് ചെയ്യേണ്ട ഓരോരോ ഡോക്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ അവരുടെ എല്ലാം വന്നിട്ടുള്ള ഫൈൻഡിങ്സ് അവർ ഇതിനകത്ത് ഈ ബുക്കിൽ എഴുതും. അപ്പോൾ കുട്ടി വലുതായാലും അന്നത്തെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് തന്നെ കാണും. നമുക്ക് വലുതാകുമ്പോൾ നമുക്കത് റെഫർ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഇവർക്ക് സ്കിൻ മാർക്കൊക്കെ, അതായത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്തുണ്ടാവും. നമ്മൾ ഇപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഹോസ്പിറ്റലിൽ എന്താ കൊടുത്തതെന്ന് ചിലപ്പോൾ മറന്നു പോയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിൽ ഇതിൽ നോക്കിയാൽ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഏതാ കൊടുത്തിരുന്നതെന്നുള്ളത് ഇതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട് ഇതിനകത്ത്. അതായത് അവരുടെ വാക്സിനേഷൻ എപ്പോഴാണ് വരുന്നത്, വാക്സിനേഷൻ കിട്ടിയ കാർഡ്സ്, അങ്ങനെ വാക്സിനേഷൻ കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റിക്കർ ഉണ്ടല്ലോ, ആ സ്റ്റിക്കറൊക്കെ ഇതിലുണ്ട്. അപ്പം ഈ ബുക്ക് ഇത് ഞാൻ എപ്പോൾ പോയാലും ഈ ബാഗിനുള്ളിൽ തന്നെ ഇത് ഞാൻ പുറത്തെടുക്കാറേ ഇല്ല, വേറെ ആവശ്യങ്ങൾക്കൊന്നും. പിന്നെ ഞാൻ എപ്പോഴും കൈ കരുതുന്ന ഒരു സാധനമാണ് ഈ കാൽപോള്. അതായത് വൺസ് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ 1 മന്ത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പം കയ്യിൽ എപ്പോഴും സ്പെയർ ഒരെണ്ണം ഞാൻ വെക്കും. കാരണം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ്, പെട്ടെന്ന് എമർജൻസി, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. എങ്കിലും എനിക്കൊരു ധൈര്യത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ഒരു കാൽപോള് കയ്യിൽ വെക്കാറുണ്ട്. കാരണം പെട്ടെന്ന് ഒരു കുട്ടിക്ക് ഫീവറോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വഴിയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് ചെയ്യാനുള്ളൊരു എന്താ പറയുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ പാരസിറ്റമോൾ ആണെങ്കിൽ നമുക്കതൊരു ലൈഫ് സേവർ തന്നെയാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു മുസ്ലിമാണ് എപ്പോഴും ബാഗിൽ. പിന്നെ ഇത് അവളുടെ സ്യൂഡോ ക്രീം ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കൂടുതൽ ആ ചേഞ്ചിങ് മാറ്റിനകത്ത് ഇടുന്നത്. പക്ഷേ ചേഞ്ചിങ് മാറ്റ് ഈയിടെ ഒന്ന് മൊത്തം ക്ലീൻ ചെയ്തുകൊണ്ട് ഞാൻ എല്ലാ സാധനവും പുറത്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ചേഞ്ചിങ് മാറ്റിലാണ് ഞാൻ വെക്കാറ്. പിന്നെ ഇങ്ങനൊരു മോയ്സ്ചറൈസർ, ഇത് എപ്പോഴും കാണും. പിന്നെ സമ്മർ അല്ലേ, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു തൊപ്പി കയ്യിൽ വെച്ചിരിക്കും. ഭയങ്കര ചൂടോ വെയിലൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ തൊപ്പി ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ 1 പെയർ സോക്സ്. ഇതും സമ്മറാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാലൊക്കെ ഓപ്പൺ ആക്കി ഇരിക്കുന്നത്, അല്ലെങ്കിൽ സോക്സ് ഇടിച്ചുകൊണ്ട് പോയാലും എസ്തുവിനൊരു സ്വഭാവമുണ്ട്, എല്ലാം ഇങ്ങനെ വലിച്ച് കളയുന്ന ഒരു സ്വഭാവം. സോക്സുകൾ കറക്റ്റായിട്ട് ചവിട്ടി കളയുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഒരു സ്പെയർ കൈ വയ്ക്കാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സക്ഷൻ ടോയ് വെക്കാറുണ്ട് കയ്യിൽ. അത് ഞാൻ കാറിൽ എസ്തു ഇരിക്കുമ്പോൾ മാത്രം എടുത്ത് അത് വെക്കാറുള്ളൂ. ഇത് ഞാൻ ടിക്ടോക്ക് ഷോപ്പിൽ നിന്ന് മേടിച്ചത്, ആമസോണിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ കറി വയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കറക്കി കൊടുത്താൽ കുറച്ച് നേരം അങ്ങനെ നോക്കിയൊക്കെ ഇരിക്കും. അവളെ ബേസിക്കലി അങ്ങനെ കാർ സീറ്റിൽ ഇരിക്കാൻ അവളെ കൊണ്ട് വഴക്കൊന്നുമില്ല, അവൾക്ക് ഇഷ്ടമാണ് കാർ സീറ്റിൽ ഇരിക്കാനൊക്കെ. ഞങ്ങൾ അവിടെ നാട്ടിൽ പോയപ്പോഴൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴും നമുക്ക് കാർ സീറ്റിൽ കുത്തിയിരിക്കാൻ വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഈ സ്മെല്ലി ബാഗ്, ഇത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, നമ്മളെവിടെ പോയാലും നാപ്പി വെറുതെ പബ്ലിക്കായിട്ട് ഡിസ്പോസ് ചെയ്യുകയൊന്നും ചെയ്യരുത്. നമ്മളൊരു സ്മെല്ലി ബാഗിൽ കെട്ടിയിട്ട് വേണം ഇടാൻ വേണ്ടി. അതൊരു നമ്മുടെ ഒരു മാനേഴ്സ് ആണ് അല്ലേ. നമ്മൾ നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇതാണ് നമ്മളൊരു ചെയ്യേണ്ട ഒരു മര്യാദ. അപ്പം ഇങ്ങനെ സ്മെല്ലി ബാഗിലേക്ക് നമ്മളിപ്പം കുട്ടി ഞാൻ നമ്പർ 2 ചെയ്തോ അല്ലെങ്കിൽ യൂറിൻ മാത്രമോ ഉള്ളെങ്കിൽ ഇങ്ങനത്തെ ഒരു കുഞ്ഞു ബാഗാണ്, ഡിസ്പോസബിൾ ബാഗാണ്. ഇതിൽ നമുക്ക് ബൂട്ട്സിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. ഇനി വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മൾ എപ്പോഴും ഇപ്പം ബിന്ന് നമുക്ക് എംറ്റി ചെയ്യാൻ പറ്റില്ലെങ്കിൽ, നമ്മൾ ഇപ്പോൾ കുറച്ച് സമയം എടുത്ത ബിന്ന് എംറ്റി ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്മെല്ലി ബാഗിൽ 1-2 നാപ്പിയൊക്കെ ഒന്നിച്ചിട്ട് കെട്ടിയൊക്കെ ഇടുവാണെങ്കിൽ ഇങ്ങനെ സ്മെല്ല് പുറത്തേക്ക് വരത്തില്ല. ഇതാണ് അടുത്തത്. പിന്നെ ഞാൻ വേറെ ഒരു എവിടെ പോയാലും എപ്പോഴും ഞാൻ കരുതുന്ന കാര്യമാണ് ഈ വാസലിൻ. സ്പെഷ്യലി കോൾഡുള്ള സമയത്ത്, അതായത് ജലദോഷം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു നനഞ്ഞ തുണി വെച്ച് ഇങ്ങനെ ഒപ്പിയെടുക്കുള്ളൂ. ഞാൻ ഒരിക്കലും ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് വലിച്ചെടുക്കത്തില്ല. ഇങ്ങനെ ജസ്റ്റ് ഒപ്പിയെടുക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വാസലിൻ ഇവിടെ ഇങ്ങനെ പുരട്ടി വെക്കും. എപ്പോഴും ഇല്ല, ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കാറില്ല, ഇടയ്ക്കൊക്കെ. അപ്പോൾ അന്നേരം സ്കിന്ന് പെട്ടെന്ന് ഈ ജലദോഷം വരുമ്പോൾ ഇങ്ങനെ തൂത്ത് ഇവിടെ സ്കിന്ന് പോകുമല്ലോ, അപ്പോൾ അങ്ങനെ പോകത്തില്ല. ഇതിങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടി വിടുവാണെങ്കിൽ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും കാണും. പിന്നെ സിവിയർ ഡ്രൈനസ് ഒക്കെയാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. വാസലിൻ നമുക്ക് ബേബീസിന് ഇപ്പോൾ യൂസ് ചെയ്യാൻ സേഫ് ആണെന്നാണ് പറയുന്നത്, ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത്. പക്ഷേ എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഓൺ റിസർച്ച് നടത്തുക. അപ്പം ഇത്രയാണ് എസ്തുവിൻ്റെ ബാഗിൽ ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ ഫീഡിങ് ബോട്ടിലും എക്സ്ട്രാ മിൽക്ക് ഫോമുല മിൽക്കൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ അത് ലോങ് ജേർണിയൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അവളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ഞാൻ ചെയ്യാറ്. പിന്നെ നമ്മളെവിടെ ലോങ് ആയിട്ട് പോകണമെങ്കിൽ എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ബാക്കപ്പിന് വേണ്ടി കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഇതോ ബോട്ടിൽ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് എസ്തുവിൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.